കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കരുനാഗപ്പള്ളി പിടിച്ചെടുക്കാൻ യുവ തുർക്കിയെ നിയോഗിച്ചിരിക്കുകയാണ് CPI. കരുനാഗപ്പള്ളി കഴിഞ്ഞ തവണ CPIക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് വലിയ തിരിച്ചടിയായി മാറി. ഇപ്പോൾ CPI ആ മണ്ഡലം പിടിച്ചെടുക്കാൻ നിയോഗിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗത്തെയാണ്. അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗം കൊല്ലത്തെ CPMൻ്റെ മുഖമാണ്. കരുനാഗപ്പള്ളിയിൽ ബന്ധുബലവും സുഹൃത്ത് വലയങ്ങളും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ട്. CPIയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. AIOIFൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. AISFൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം. നിരവധി വിദ്യാർത്ഥി സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസിൻ്റെ മർദ്ദനവും ജയിൽവാസവും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പരമ്പരാഗതമായി CPI കുടുംബത്തിലുള്ള അദ്ദേഹത്തെ പോരിനിറക്കുന്നതിലൂടെ CR മഹേഷിന് കടുത്ത വെല്ലുവിളി ഉയർത്താനാണ് CPI ഒരുങ്ങുന്നത്. 10 വർഷം അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. 5 വർഷം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഓച്ചിറ, തൊഴിയൂർ എന്നീ വാർഡുകളിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. 5 വർഷം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന അദ്ദേഹം കൊല്ലം ജില്ലാ പഞ്ചായത്തിന് നിരവധി അവാർഡുകൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. സുതാര്യമായ വ്യക്തിത്വമാണ് അനിലിൻ്റേത്. സൗഹൃദങ്ങൾ ഒരുപാടുണ്ട് അദ്ദേഹത്തിന്. രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദങ്ങളുള്ള അനിലിനെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി തിരിച്ചു പിടിക്കാം എന്ന ആത്മവിശ്വാസമാണ് CPIക്ക് ഉള്ളത്. CPIയെ സംബന്ധിച്ചിടത്തോളം കരുനാഗപ്പള്ളി തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യതയാണ്. കഴിഞ്ഞ തവണ CR മഹേഷ് കരുനാഗപ്പള്ളിയിൽ അട്ടിമറി വിജയം നേടിയിരുന്നു. ആ അട്ടിമറി വിജയം CPIക്ക് വലിയ ക്ഷീണമായി മാറി. അതുകൊണ്ട് തന്നെ യുവ തുർക്കിയായ അനിലിനെ സ്ഥാനാർത്ഥിയാക്കുകയാണ് CPI പ്രവർത്തകരും പ്രദേശത്തെ LDF പ്രവർത്തകരും ആവേശത്തിലാണ് ഇക്കാര്യത്തിൽ. LDF പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവർക്ക് ലഭിച്ചിരിക്കുന്നു. CPI നേതാവ് എന്നതിൽ ഉപരി ജനകീയനായ നേതാവാണ് അനിൽ. അഡ്വക്കേറ്റ് എന്ന നിലയിൽ കരുനാഗപ്പള്ളിക്കാർക്ക് സുപരിചിതൻ. മാത്രമല്ല അദ്ദേഹം ശക്തമായ നേതൃപാടവമുള്ള വ്യക്തി കൂടിയാണ്. നല്ല സംഘാടകനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹം AIOIFൻ്റെ നിരവധി സമരങ്ങളിൽ, AISFൻ്റെ നിരവധി സമരങ്ങളിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. AIOIFലൂടെയും AISFലൂടെയും കടന്നു വന്ന അദ്ദേഹം CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിലും തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തായാലും കരുനാഗപ്പള്ളിക്കാർക്ക് അവർ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെ CPI നൽകിയിരിക്കുന്നു. ഇത്തവണ CR മഹേഷ് ഒന്ന് വിറയ്ക്കും എന്നുള്ളത് ഉറപ്പ്. കാരണം CR മഹേഷിനേക്കാൾ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണ് CPI പരീക്ഷിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ. അതുകൊണ്ട് തന്നെ CR മഹേഷിന് കഴിഞ്ഞ തവണത്തെ പോലെ എളുപ്പമാകില്ല വിജയം. എന്തായാലും അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗം കരുനാഗപ്പള്ളിയിൽ യുദ്ധത്തിന് വരുന്നതോടെ കരുനാഗപ്പള്ളിയിൽ കടുത്ത പോരിന് കളമൊരുങ്ങുന്നു.